നമസ്കാരം, വെൽക്കം ടു മൂവി ട്രാക്ക്. അപ്പോൾ ഇന്നത്തെ വിഷയം പള്ളിച്ചട്ടമ്പിയാണ്. അങ്ങനെ പള്ളിച്ചട്ടമ്പി കണ്ടു. 10-ാം തീയതി ഇറങ്ങേണ്ട പടമായിരുന്നു. എന്തൊക്കെയോ ഒരു സർട്ടിഫിക്കേഷന്റെ ഇഷ്യൂ കൊണ്ട് അവര് അത് 15-ാം തീയതിക്ക് മാറ്റി. അങ്ങനെ പടം കണ്ടു. ഓ, ഡിജോന്റെ എൻ്റെ ക്വീൻ, പിന്നെ ജനഗണമന, പിന്നെ റീസെന്റ് മലയാളി ഫ്രം ഇന്ത്യ, പിന്നെയാണ് പള്ളിച്ചട്ടമ്പി. 4-ാമത്തെ പടമാണ്. ഒരു ആവറേജ് അനുഭവമാണ് പടം. നമുക്കൊരു വൺ ടൈം വാച്ച് കഷ്ടിയാണ്. പക്ഷെ അതിനകത്ത് ചില എലമെന്റ്സുകൾ ഉണ്ട് കേട്ടോ. പക്ഷെ ഓൾ ഓവർ നമുക്ക് നോക്കുമ്പോൾ ഒരു വൺ ടൈം വാച്ച് എക്സ്പീരിയൻസ് മാത്രമേ പടം തരുന്നുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ യൂഷ്വൽ ഡയറക്ഷനും ഒരു സ്റ്റോറി ഗംഭീരം. സ്റ്റോറി നല്ല പടമാണ്, സ്റ്റോറിയാണ്. വേറെ ആൾ എഴുതിയേക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റോറി എന്താ പറയാ, അത്യാവശ്യം ഗംഭീര സ്റ്റോറിയാണ്. അതായത് 1930 സ്റ്റാർട്ട് ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. അതായത് ഹീറോന്റെ കുട്ടിക്കാലം, അത് കഴിഞ്ഞിട്ട് പിന്നീട് 1958 ഈ കഥ വരുന്നുണ്ട്. EMS സർക്കാർ ആ സമയത്ത് മുഖ്യമന്ത്രിയാണ്. EMS മുഖ്യമന്ത്രിയായിട്ടുള്ളത്. അത് വേറൊരു ഇതില് ആ സമയത്ത് നടക്കുന്ന ഭൂമി എന്താ പറയാ, ഭൂമി ഇടപാടുകളും അതായത് ഭൂവുടമ നിയമം ആ സമയത്ത് വരുന്നുണ്ട്. അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന ഇഷ്യൂ, അവിടെ ഉള്ള ആളുകളുടെ ഭൂമി തട്ടിയെടുക്കാൻ നോക്കുന്ന, അതായത് അതിന്റെ പഴയ ഉടമസ്ഥരാണെന്ന് പറയുന്ന ഒരു ജന്മി അതിനെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതും സർക്കാർ അതിനെ സമ്മതിക്കാണ്ടാവുമ്പോൾ അയാള് നടത്തുന്ന കുറെ പ്രശ്നങ്ങളും, അതിൽ നിന്ന് എങ്ങനെ ഈ ഗ്രാമത്തെ ഒരാൾ രക്ഷിക്കും, അതൊക്കെയാണ് ഈ പള്ളിച്ചട്ടമ്പിയിൽ പറയുന്നത്. അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ടോവിനോ ആസ് യൂഷ്വൽ നന്നായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗംഭീരമായിരുന്നു ടോവിനോന്റെ എന്താ പറയാ, ഒരു മാസ് അപ്പീല്, ഒരു എന്താ പറയാ, കുറെ ഹീറോയിക് മൊമെന്റുകൾ. പിന്നെ ഒന്നോ രണ്ടോ വശത്ത് മാത്രമാണ് ചിരി എന്ന് പറയാനുള്ളൂ. ബാക്കിയൊക്കെ ടൊവിനോ എന്താ പറയാ, ഓരോ സിനിമ കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു വൺ സ്റ്റെപ്പ് ഇതങ്ങനെ മേലോട്ട് പോവാണ്. അത്രയും നല്ല ഭംഗിയായിട്ട് മൂപ്പർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിനകത്തൊരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്റ്റോറി ഭയങ്കര ലെങ്തി സ്റ്റോറിയാണ് ആക്ച്വലി. വരുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമായിരുന്നു. അതിനെ ഇവര് അങ്ങോട്ട് ഒരു ചുരുക്കിയ പോലെ നമുക്കൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അത് നല്ല രീതിയിൽ പറയാമായിരുന്നു. പക്ഷെ ഈ ചുരുക്കൽ അനുഭവപ്പെട്ട കാരണം കൊണ്ട് നമുക്ക് അതിനകത്താണ് ഒരു ചെറിയ അരച്ചിൽ വരുന്നത്. പിന്നെ ഈ മെയിൻ ആക്ടേഴ്സ് കൂടാതെ കുറച്ച് പേരുണ്ട് അവിടുത്തെ, എന്താ പറയാ, ആ ഗ്രാമത്തില് താമസിക്കുന്നവർക്ക്. അവർക്ക് പടം ആ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഒരു എൻഡ് വരെ, അതായത് ആക്ച്വലി ഒരു എൻഡ് ലാസ്റ്റ് ഒരു ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്. ആ സമയമാകുമ്പോഴത്തേക്കാണ് അവർക്ക് അഭിനയിക്കാനും എന്താ പറയാ, ഒരു അവർക്ക് പറ്റിയ ഒരു ലെവലിലേക്ക്, അതായത് അവരെ കുറച്ചുകൂടി സ്ക്രീൻ പ്രസൻസിലോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നത് ആ സമയത്ത് മാത്രമാണ്. ആ സമയത്ത് ഒരു ആക്ഷൻ സീക്വൻസ് വരുന്നുണ്ട്. അത് മാത്രമാണ് അവർക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി ഉള്ളതിലൊക്കെ എന്താ പറയാ, ഒരു വളരെ അവർക്കൊന്നും ചെയ്യാനില്ലാത്ത പോലെ, എല്ലാം കണ്ടു നിൽക്കേണ്ട അവസ്ഥ പോലെ തോന്നി. മെയിൻ ആക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് പേര്, വിജയരാഘവൻ, ബാബുരാജ് അടിപൊളിയായിരുന്നു. ബാബുരാജിന്റെ എൻട്രി സൂപ്പർ ആയിരുന്നു. ബാബുരാജ് കുറച്ച് സീനുകളേ ഉള്ളൂ. ഒരു ഫസ്റ്റ് പോർഷനിൽ വരുന്നുണ്ട്, പിന്നീട് ഒരു ലാസ്റ്റ് ക്ലൈമാക്സിനോട് അടുത്താണ് പുള്ളിയുടെ എൻട്രി വരുന്നത്. ഈ രണ്ടിലും ബാബുരാജ് കിടുക്കി, അടിപൊളിയായിരുന്നു. പിന്നെ വിജയരാഘവൻ ഒബ്വിയസ്ലി നന്നായിട്ടുണ്ട്. TG രവി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സുധീർ കരമന, അങ്ങനെ കുറച്ച് ആളുകളെ വരുന്നുള്ളൂ. അതും എന്താ പറയാ, ആ ഒരു ഗ്രാമത്തെ ചുറ്റിപ്പറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു 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 വളർച്ച ഇല്ലാത്ത പോലെ തോന്നും. പിന്നെ ഇവര് വേറെ കാണിക്കുന്നത് എന്താ പറയാ, വേറൊരു ഏരിയ ആണ്. വേറെ ഏരിയ നമുക്കത് അങ്ങോട്ട് ഒരു വിശ്വസനീയമായിട്ട് തോന്നില്ല. കഥയുടെ ആ ഒരു സ്റ്റോറി നരേഷൻ അടിപൊളിയായിരിക്കും. പക്ഷെ ഈ എക്സിക്യൂഷൻ വന്നപ്പോഴാണ് ഈ പ്രോബ്ലം ഒപ്പം നമുക്ക് തോന്നുന്നത്. സ്റ്റോറി വൈസ് ചിന്തിക്കുന്ന സമയത്ത് ഗംഭീര സ്റ്റോറി ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. പക്ഷെ എക്സിക്യൂഷനിൽ വന്നപ്പോൾ ഒന്നാമത്തെ നമുക്ക് ആ ഒരു ലാൻഡ്സ്കേപ്പ് ഒരു സുഖമായിട്ട് തോന്നുന്നില്ല. മലയോര ഗ്രാമം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വെച്ച് കെട്ടിയേക്കുന്ന വീടുകളായിക്കോട്ടെ, ഒരു ചെറിയൊരു ടൗൺ പോലെയൊക്കെ ആക്കി വെച്ചേക്കുന്നത്. പള്ളി ഒറിജിനാലിറ്റി തോന്നുന്നുണ്ട്. പക്ഷെ ആ ടൗൺ ഒന്നും അങ്ങനെ ഒരു സുഖം തോന്നുന്നില്ല. അന്നത്തെ ആ ഒരു കാലഘട്ടം നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല.
ഒരു ആവശ്യമില്ലാണ്ട് വെറുതെ സിദ്ദിഖിനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പടത്തിൽ. എനിക്ക് എന്തിനാണെന്ന് എനിക്കറിയില്ല. വെറുതെ ഒരു രസമില്ലാണ്ട് സിദ്ദിഖ് ഇതിന്റെ എല്ലാത്തിന്റെയും മാസ്റ്റർ മൈൻഡ് ആണെന്ന് കാണിച്ചുകൊണ്ട് വെറുതെ കൊണ്ടു. പിന്നെ ഉള്ളത് കയാടു. കയാടുവിന്റെ കുറച്ച് സീൻസ് നല്ലതായിരുന്നു. വിഷ്വലി നല്ല ഭംഗിയുണ്ടായിരുന്നു കയാടുവിന്റെ സീനുകൾ. പക്ഷേ ലിപ്സിങ്കില് അട്ടർ വേസ്റ്റ് ആയിപ്പോയി. ലിപ്സിങ്ക് ഭയങ്കര മോശം. ഭയങ്കര മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് കേൾക്കാം. മറ്റേ എന്താ പറയാ, ആൾക്ക് ഡബ് ചെയ്തേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാ. പക്ഷേ അതിനൊത്ത് പുള്ളിക്കാരത്തിയുടെ ലിപ്സിങ്ക് വരുന്ന സമയത്ത് ഇത് ഭയങ്കര അരോചകമാണ്. ടി വിയിൽ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതങ്ങോട്ട് ഫീൽ ചെയ്തില്ല എന്ന് വരാം. പക്ഷെ തിയേറ്ററിൽ അതും വലിയ സ്ക്രീനിൽ കാണുമ്പോൾ അത് ഭയങ്കര ശോകമായിരുന്നു കയാതുവിന്റെ കാര്യത്തില്. പിന്നെ പിന്നെ ആ എന്താ പറയാ, ഒരു പ്രീ പ്രൊഡക്ഷന്റെ ആ ഒരു ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഭയങ്കര ശോകം. അതായത് നമുക്ക് ഗിമ്മിക്ക് പോലെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ആക്ച്വലി. അതായിരുന്നു ഏറ്റവും വലിയൊരു മൈനസ് വന്നത്. പിന്നെ അതിലും പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയത് ബിജിഎമ്മും സോങ്സും. സോങ്സ് ആ എന്താ പറയാ, മറ്റേ ഇവരെ രണ്ടുപേരുടെ ഉള്ളൊരു സോങ് ഉണ്ടല്ലോ, ലവ് സോങ്, അത് അത് നല്ല രസമായിരുന്നു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു രക്ഷ ഉണ്ടായില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആസ് യൂഷ്വൽ പൊള്ളിച്ചിട്ടുണ്ട്. മൂപ്പര് നന്നായിട്ട് പണിയെടുത്ത് നല്ല രീതിയിൽ ആ സമയത്തുള്ള ആക്ഷൻ സീക്വൻസുകളൊക്കെ വന്ന സമയത്തുള്ള ഒരു സംഭവം അതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഗംഭീര എൻട്രി വരുന്നുണ്ട് ഇന്റർവെല്ലിന് ശേഷം. അതിപ്പോ എല്ലാവർക്കും അവര് തന്നെ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ എൻട്രി, എന്റെ മോനെ, ഫയർ ബ്രാൻഡ് എൻട്രി, ഗംഭീര എൻട്രി ആയിരുന്നു പൃഥ്വിരാജിന്റെ ഒരു ആറ്റിറ്റ്യൂഡും ആ എൻട്രിയും. പുള്ളിക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. അതായത് നമ്മുടെ വിക്രത്തില് സൂര്യ ചെയ്തേക്കണ പോലെ തന്നെ. പക്ഷെ അത്രയും ബ്രൂട്ടൽ അല്ല, എന്നാൽ പോലും പുള്ളിയുടെ ആ ബ്രൂട്ടാലിറ്റി കാണിക്കുന്നുണ്ട് ഓൾമോസ്റ്റ്. പക്ഷെ നമുക്കങ്ങോട്ട് ഗംഭീര എൻട്രി. അതായത് അത്രയും നേരം ടൊവിനെ വെച്ചതിന് ഒറ്റ സീനോണ്ട് പൃഥ്വിരാജ് തൂക്കി എന്ന് പറയില്ലേ, അമ്മാരി സാധനം. നല്ല കിടുക്കനായിട്ട് ഒരെണ്ണം. അതൊരു 2-3 ഷോട്ടില് പൃഥ്വിരാജിന്റെ എൻട്രി കാണിച്ചത് എന്റെ അമ്മോ, ഗംഭീരം, അടിപൊളിയായിരുന്നു. പിന്നീട് നമ്മൾ എന്താ പറയാ, ആഫ്റ്റർ ഇന്റർവെല്ലിലാണ് ഈ ഷോട്ട് വരുന്നത്. അതിനൊക്കെ ശേഷം പിന്നെ വെറുതെ റൈറ്റ്സും പോലീസ് അവരുടെ ഗ്രാമം കത്തിക്കാൻ ശ്രമിക്കുന്നതും വീണ്ടും അടിയാല കോലാഹലം. ഇതിനകത്ത് പൃഥ്വിരാജ് എന്താ പറയാ, പൃഥ്വിരാജിനെയാണ് പ്രോപ്പർ വില്ലനായിട്ട് കാണിക്കുന്നെങ്കിലും വില്ലന്റെ ശിങ്കിടിനെ വിടുന്നു. ശിങ്കിടി ആയിട്ടുള്ള അടി, അയ്യോ. അതിനകത്ത് 2-3 മെയിൻ ആയിട്ട് പറയേണ്ട സാധനം, ക്ലൈമാക്സ് ഫൈറ്റ് വരുന്നുണ്ട്. പൃഥ്വിരാജല്ല ഈ പടത്തിലെ മെയിൻ വില്ലനുമായിട്ട് കാണിക്കുന്നത്. മെയിൻ വില്ലൻ മൂപ്പരാണെങ്കിൽ പോലും ഇതിനകത്തൊരു വില്ലൻ ഉണ്ട്, അങ്ങേരുമായിട്ടുള്ള ഒരു അടിയുണ്ട്. അതിനകത്തൊരു എന്താ പറയാ, ഒരു റോബോട്ടിക് ഷോട്ട്, ഒരു 2-3 മിനിറ്റ് നീണ്ടു നിൽക്കണ ഗംഭീര ഷോട്ട്. അതൊരു 2-3 വട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഈ ആക്ഷൻ സീക്വൻസിന്റെ ഇടയ്ക്ക്. നമ്മൾ ഞെട്ടുന്ന ടൈപ്പ് റോബോട്ടിക് വർക്ക് എന്ന് വെച്ചാൽ അന്യായ റോബോട്ടിക് വർക്ക്. അതിനകത്ത് അഭിനയിച്ച മെയിനായിട്ട് തമിഴ്നാടനാണ് പുള്ളിക്കാരന്. അതായത് ഒരു പോലീസായിട്ട് വന്ന ആളാണ്. നമ്മുടെ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ട്. ട്രെയിലർ റിയാക്ഷൻ ചെയ്തപ്പോഴൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ട്രെയിലറിൽ വന്ന ആ പോലീസും ടോവിനോയും തമ്മിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് എന്റെ പൊന്നു ഗംഭീരമായിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഞെട്ടു. അമ്മാതിരി ക്യാമറ വർക്കായിരുന്നു. അത് റോബോട്ടിക് ഷോട്ട്സ് ആണ്. അവർ ആ സീൻ ബൈ സീൻ ഒരു വമ്പൻ ആക്ഷൻ സീക്വൻസിനെ ഫുള്ളി കൊറിയോഗ്രാഫി ചെയ്ത് ഇങ്ങനെ റൗണ്ടിലൊക്കെ ഇട്ട് കറക്കി ഇടുന്ന ഗംഭീര സാധനം. അത് ടോപ്പ് നോച്ച് ആയിരുന്നു. ടെക്നോളജി വൈസ്, ടെക്നിക്കൽ വൈസ് ഗംഭീര സാധനമായിരുന്നു. അത് മാത്രമായിരുന്നു ഒരു ആശ്വാസം. അതാണ് എനിക്ക്. സങ്കടം ഇല്ല, എന്നാലും വേർത്ത് ചൂട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഈ പടം ഒരു ടോട്ടൽ വാച്ചബിലിറ്റി ഒരു ഇതിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡിങ് കൊണ്ടുപോയിട്ട് ഒന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞു മൂപ്പര്. നമ്മൾ കുറെ പ്രതീക്ഷിച്ചിട്ട് ഒരു കുറച്ചും കൂടി ഒരു ലെവൽ ഉണ്ടാവും
എന്നൊരു ഇതിൽ വരുമ്പോൾ ലാസ്റ്റത്തെ ഒരു എൻട്രി വന്നിട്ട് എൻഡിങ്ങിലേക്ക്, അതായത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവൻ പൃഥ്വിരാജിന്റെ മുന്നിലേക്ക് വരുന്നത് പിന്നീട് അതൊരു ചെറിയൊരു ഒറ്റ ഷോട്ടിൽ അങ്ങോട്ട് തീർത്ത് കളഞ്ഞു. നമുക്കൊരു എൻഡിങ് വെച്ച് എന്താ പറയാ, ഒരു പ്രോപ്പർ എൻഡ് നോട്ട് ഇല്ലാതെ പടം നിർത്തി. അതില് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക്. ഈ പടം ഒറ്റ സ്ട്രെച്ചിൽ തീരേണ്ടതായിരുന്നു. അതിന് പകരം ഇനിയിപ്പോ സെക്കൻഡ് പാർട്ടിന്റെ ഓപ്ഷനും ഇട്ട് പാർട്ടിന് ഒരു പ്രോപ്പർ സ്റ്റോറി ലൈൻ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇനിയിപ്പോ ഇതിന് വേണ്ടിയിട്ട് ഇനി വീണ്ടും ഭൂസമരങ്ങളും അത് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യണം എന്നാലോചിക്കുമ്പോഴാണ് സങ്കടം. ഇനി ഒരു ജനഗണമനയിൽ നമുക്കിട്ടൊന്ന് മൊഞ്ചിച്ചതാ ഡിജോ. അതുപോലെ തന്നെ ആയിരിക്കും ഇതെന്നാണ്. പക്ഷേ ഇതിനകത്ത് ഒരേ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയാനായിട്ട് പൃഥ്വിരാജിന്റെ ഒരു സീക്വലോ അല്ലെങ്കിൽ ഒരു പ്രീക്വൽ, അതായത് ബിഫോർ ഈ എന്താ പറയാ ഈ ഒരു എറ, അത് അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഗംഭീര ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം പുള്ളിയുടെ കുറച്ച് സീൻസിൽ നിന്ന് തന്നെ ആ ഒരു ഓറ കാണിക്കുന്നുണ്ട്. വില്ലൻ ആണെങ്കിൽ പോലും വില്ലന്റെ ഒരു ഓറ ഗംഭീരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് സൂപ്പറായി. പുള്ളിക്കൊരു പ്രീക്വൽ വന്ന എന്താ പറയാ, പള്ളിച്ചട്ടമ്പിക്ക് പ്രീക്വൽ ആയിട്ടൊരു മൂവി ഡിജോ നെക്സ്റ്റോ അല്ലെങ്കിൽ 2 പടങ്ങൾക്ക് ശേഷമോ ചെയ്യുകയാണെങ്കിൽ പെർത്തായിരിക്കും. അത് പൃഥ്വിരാജിനെ ചെയ്യുകയാണെങ്കിൽ ഗംഭീര സാധനമായിരുന്നു. പൃഥ്വിരാജിന്റെ എൻട്രിയും കുറച്ച് ഷോട്ടുകളും ലാസ്റ്റ് കുറച്ചൊരു അപ്പിത്താടിയൊക്കെ വെച്ചിട്ട് പുള്ളി വരുന്നുണ്ട്. പക്ഷേ ആ ഓറ മൂത്തുണ്ട്. ഗംഭീര സെറ്റപ്പ് ആയിരുന്നു അത്. ആ ഇത്രയൊക്കെ ആയിരുന്നു. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് നമ്മുടെ യൂട്യൂബേഴ്സ് അല്ല, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിലെ അയ്യോ സ്ലിപ്പ അതിനകത്ത് നമ്മുടെ നിബ്രാസ് ടൊവിനോയുടെ റൈറ്റ് ഹാൻഡ് ആയിട്ട് അടിപൊളിയായിരുന്നു. മൂപ്പര് അവരുടെ ഗ്രൂപ്പിൽ ബാക്കി എല്ലാവർക്കും കിട്ടി. അമീനും മറ്റേ ഇവനെ കിട്ടി. പക്ഷെ ഈ നിബ്രാസിന് മാത്രം ഞാനൊരു സിനിമയിൽ കണ്ടിട്ടില്ല. അങ്ങനെ കണ്ടാൽ പോലും 1-2 ചെറിയ ചെറിയ സീനുകളിൽ ഇപ്പോൾ വാഴയിലായിക്കോട്ടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പുള്ളിനെ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഈ പടത്തിൽ കാണാൻ പറ്റി. നന്നായിട്ട് കിട്ടിയ റോള് പുള്ളി ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനിയും പുതിയ പുതിയ പ്രൊജക്ടുകളിലേക്ക് പുള്ളി ആഡ് ആവട്ടെ. ഇതൊരു നമുക്കെന്താ പറയാ, ഒരു വൺ ടൈം വാച്ച്, ഒരു ഫ്രീ ടൈം ഉണ്ടെങ്കിൽ പോയി കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ച്. ഒരു മസ്റ്റ് സീൻ ഒന്നും പറയാൻ പറ്റില്ല പള്ളിച്ചട്ടമ്പി. അതാണ് എൻ്റെ ഒരു പ്രശ്നം. പക്ഷെ കുറച്ച് ഹൈ മൊമെന്റ്സുകൾ ഉണ്ട്. അതാണ് ഈ പറഞ്ഞത്. മ്യൂസിക് നമുക്ക് ഹൈ ആണ്. പൃഥ്വിയുടെ എൻട്രി രക്ഷയില്ല. 2-3 ക്യാമറ ഷോട്ടുകൾ, റോബോട്ടിക് ഷോട്ട്സ് ഉണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. റോബോട്ടിക് ഷോട്ട്സ് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ പടത്തില്. ആക്ഷൻ സീക്വൻസുകൾ എന്ന് പറയാനായിട്ട് അത് അങ്ങനെ വലിയൊരു ആക്ഷൻ സീക്വൻസുകൾ ഇല്ല. ഈ ക്ലൈമാക്സ് ഫൈറ്റ് ഒഴിച്ച് പുള്ളിയുടെ ഒരു എൻട്രി ഫൈറ്റ് ഉണ്ട്. അതൊക്കെ ഒരു ആവറേജ് അനുഭവമായിരുന്നു. ബിലോ ആവറേജ് പറയണം. ആവറേജ് പോലും പറയാനില്ലാത്ത ഒരു അനുഭവമായിരുന്നു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു വൺ ടൈം വാച്ച്. അപ്പൊ ഇതാണ് പള്ളിച്ചട്ടമ്പി കണ്ടിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ്. ഇനി നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.